പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ബർത്തലോമിയുടെ തിരുനാളാണ്. കർത്താവിൻ്റെ പക്കലേക്ക് വിശുദ്ധ ബർത്തലോമിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് വിശുദ്ധ പീലിപ്പോസാണ്. നഥാനിയേലിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് പറയണേ. രണ്ടും അദ്ദേഹത്തിൻ്റെ പേരാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്നും പരക്കെ ഇങ്ങനെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധ ബർത്തലോമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിഞ്ഞ കർത്താവിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഉരിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ച ഒരാൾ. മൈക്കലാഞ്ചലോയുടെ പ്രശസ്തമായിട്ടുള്ള അന്ത്യവിധി എന്നുള്ള പെയിൻറ്റിങ്ങിൽ അദ്ദേഹം വിശുദ്ധ ബർത്തലോമിയോയെ പ്രത്യേകം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. സ്വന്തം തൊലി ഇങ്ങനെ ഊരിയെടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട്. അദ്ദേഹം കടന്നുപോയ ക്രിസ്തുവിന് വേണ്ടി ഏറ്റെടുത്ത ക്രൂരമായിട്ടുള്ള പീഡനത്തിൻ്റെ ഓർമ്മയാണത്. ഇതുപോലുള്ള നിഷ്കപടനായൊരു യഥാർത്ഥ ഇസ്രായേൽക്കാരനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ, അത്രയ്ക്ക് നിഷ്കളങ്കനായിട്ടുള്ള ഒരാൾ ഇത്രയ്ക്കും പവർഫുള്ളായിട്ട് മാറിയത് കർത്താവിന് വേണ്ടി നിലകൊള്ളാനായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പേരിലായിരുന്നു. അത്രയും നിഷ്കപടനായിട്ടുള്ളൊരു ഇസ്രായേൽക്കാരൻ കർത്താവിനെ അറിയുന്നതിന് മുൻപ് ചോദിക്കുന്നുണ്ട്, ഇസ്രായേലിൽ നിന്ന്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? അത്രയ്ക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനും മാത്രം അദ്ദേഹം ഇങ്ങനെ നിഷ്കളങ്കനായിരുന്നു എന്നുള്ളതാണ്. നഥാനിയേലിനോട് പീലിപ്പോസ് എന്ന് പറയുന്നുണ്ട്, ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു. വിശുദ്ധ ഗ്രന്ഥത്തിലും മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ, നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. ആ സമയത്ത് നഥാനിയേലിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യമാണ്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? നിഷ്കപടനായിട്ടുള്ള ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടുന്നതോടുകൂടെ ജീവിതം മാറിയ കോടിക്കണക്കിന് മനുഷ്യരിൽ ആദ്യത്തെ പ്രതിനിധികളിൽ ഒരാളായിട്ട് വിശുദ്ധ ബർത്തലോമിയോ. കർത്താവിനെ കാണുന്നതോടുകൂടെ പിന്നെ എല്ലാം അടിമുടി മാറി മറിയുന്നുണ്ട് അയാളുടെ ജീവിതത്തിന്. പിന്നീട് ഈശോയുടെ കൂടെ ഇങ്ങനെ പിന്നാലെ നടപ്പ്, അപ്പസ്തോലന്മാരിൽ ഒരാളായിട്ട് തിരഞ്ഞെടുപ്പ്, കർത്താവിൻ്റെ എല്ലാം ജീവിതാവസ്ഥകളിലും കൂടെ നിൽക്കാനായിട്ടുള്ള ഭാഗ്യം, പരിശുദ്ധ മാതാവിനോട് ചേർന്നിരുന്ന് സ്വർഗത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാനായിട്ടുള്ള മഹാസൗഭാഗ്യം, ഇതൊക്കെ കൈവന്ന് പിന്നീടുള്ള പോക്ക് ഈശോയ്ക്ക് ഇത്രയും കാലം കർത്താവ് ഇങ്ങനെ ആത്മാവിനെ കൊണ്ടുപോലും ഇവരെ പരിപാലിച്ചെങ്കിൽ പിന്നീടുള്ള ജീവിതം ക്രിസ്തുവിന് വേണ്ടി വിശുദ്ധ ബർത്തലോമിയുടെ പകരം കൊടുക്കല, ജീവിതം കൊടുക്കല. ഇത്രയും നാൾ പരിപാലിച്ച കർത്താവിന് പ്രതിനന്ദിയായിട്ട് ജീവിതം ഉരിഞ്ഞു കൊടുക്കാൻ തിരുമനസ്സായ ഒരാൾ, കർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം സാക്ഷ്യം നൽകാനായിട്ട് തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചിരുന്ന ഒരു വിശുദ്ധൻ. അദ്ദേഹം തൻ്റെ സുവിശേഷം പ്രസംഗത്തിനിടയിൽ അർമീനിയയിൽ വെച്ച് കർത്താവിനെ പറയുമ്പോൾ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയാവുന്നുണ്ട്. ഹി വാസ് സ്കിൻഡ് എന്ന് പറയുന്നത്, അതായത് ഈ തൊലി ഉരിഞ്ഞ് എടുത്തിട്ട് തലവെട്ടി കൊല്ലുക. ഒരു നിമിഷം പോലും ഇങ്ങനെ കർത്താവിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഒരിത്തിരി തൊലി പോകുമ്പോൾ തന്നെ എന്തൊരു വേദനയും പ്രയാസങ്ങളുമാണ് അനുഭവിക്കണേ. ശരീരത്തിലെ മുഴുവൻ തൊലിയും ഇങ്ങനെ അപ്പാടെ ഉരിഞ്ഞെടുത്ത് ആ വേദന മുഴുവൻ സഹിച്ച് കിടക്കുന്ന ഒരാളുടെ തലവെട്ടി കളയുക. എന്ത് കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പുറം ലോകം ചോദിക്കുമ്പോൾ എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്, കുരിശിൽ പിടഞ്ഞവന് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടി മുറിവുകളേറ്റവന് വേണ്ടിയിട്ടാണ്. പറഞ്ഞല്ലോ, മൈക്കലാഞ്ചലോയെ പോലെ അത്രയ്ക്ക് പ്രശസ്തനായിട്ടുള്ള ഒരാൾ തൻ്റെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു വോക്കിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ പ്രത്യേകം വരച്ച് ചേർക്കണമെങ്കിൽ എത്രമാത്രം കൊടിയ പീഡനങ്ങളിലൂടെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കടന്നു പോകുകയും വിജയിക്കുകയും ചെയ്ത ഒരാളായതുകൊണ്ടായിരിക്കും. വിശുദ്ധ ബർത്തലോമിയോ ഈ ലെതർ സ്കിന്നുകളൊക്കെ വിൽക്കുന്ന മനുഷ്യരുടെ പാറ്റേണായിട്ട്, അല്ലെങ്കിൽ സ്കിൻ ഡിസീസൊക്കെ മാറ്റാനായിട്ടുള്ള പ്രത്യേക വിശുദ്ധനായിട്ടൊക്കെ അറിയപ്പെടുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ തിരുനാളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതിരുന്ന ഒരാൾ, നസ്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരാൾ വരുമോ എന്നൊക്കെ ചോദിച്ച ഒരാൾ, അയാളിലേക്ക് ക്രിസ്തുവിനെ എത്തിച്ചത് പീലിപ്പോസാണ്.
ഈ പീലിപ്പോസിൻ്റെ വാക്കുകൾ വഴി ക്രിസ്തുവിലേക്ക് എത്തിച്ചേർന്ന ബർത്തലോമിയുടെ ജീവിതം പിന്നെ കർത്താവിന് വേണ്ടി കൊടിയ പീഡനങ്ങൾ ഏറ്റെടുക്കാനും മാത്രം ധൈര്യമുള്ളതായി തീർന്നെങ്കിൽ ഇനി നമ്മുടെ ഊഴമാണ്. ഇങ്ങനെ കൈമാറ്റപ്പെടേണ്ട വിശ്വാസത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാളെ. ഒന്നും അറിയാതെ സാധാരണ ജീവിതം ജീവിച്ചിരുന്ന, അജ്ഞതയിൽ മുഴുകിക്കിടന്നിരുന്ന ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവിലും വെളിച്ചത്തിലും സ്വർഗത്തിൻ്റെ അവകാശിയായി മാറുന്നെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന സാധാരണ മനുഷ്യരെ, ഒന്നും അറിയില്ല എന്ന് മനുഷ്യർ മാറ്റി നിർത്തിയിരിക്കുന്നവരെ ഒക്കെ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വെളിച്ചം കൊണ്ട് നിറച്ച് ഒന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ, സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ നമുക്ക്? വിശുദ്ധ ബർത്തലോമയുടെ ജീവിതം മാറിയതുപോലെ കർത്താവെ, ആരെങ്കിലും വഴിയായി ഞങ്ങളുടെ ഉള്ളിലേക്ക് സ്വർഗത്തിൻ്റെ വെളിച്ചം ഒന്ന് പ്രകാശിച്ചു കിട്ടാൻ, ഞങ്ങൾ വഴിയായി മറ്റുള്ള പലരും ക്രിസ്തുവിലേക്കൊന്ന് എത്തിച്ചേരാൻ ഈ തിരുനാള് ഞങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തട്ടെ എന്ന്, പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട്. വിശുദ്ധ ബർത്തലോമിയെ അവിടുത്തെ നിഷ്കപടത അതേപടി അനുകരിക്കുവാനും അവിടത്തേക്ക് ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള സ്നേഹ തീക്ഷ്ണത അതേപോലെ ജീവിക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ, ഈശോയോടുള്ള വലിയ സ്നേഹം കൊണ്ട് നിറഞ്ഞ് അവിടുത്തെ സാക്ഷികളായി ജീവിക്കാനായിട്ടുള്ള തീക്ഷ്ണത തരണമേ എന്ന അപേക്ഷയോടുകൂടെ ഈശോയുടെ ആശീർവാദം കാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അങ്ങയെ മനസ്സിലാക്കാനും തിരിച്ചറിഞ്ഞ അങ്ങേക്ക് വേണ്ടി വലിയ സ്നേഹത്തോടുകൂടെ സാക്ഷിയായി ജീവിക്കാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്നുള്ള വലിയ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട്, ആ ഒരു ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയായി വേദനകൾ ഏറ്റെടുക്കുമ്പോഴും ഈശോയെ തള്ളിപ്പറയാത്തൊരു സാക്ഷിയായി ഈ ലോകത്ത് ജീവിക്കുന്നതിൻ്റെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ.